ഹലോ ഗായ്സ്, ഇതാണ് വിനൈൽ വർക്ക്. ഫ്ലോർ വിനൈൽ 2-3 തിക്നെസ്സിലുള്ള ഫ്ലോർ വിനൈൽ ഡിസൈൻ വർക്കായിരുന്നു കേട്ടോ. അത് ഇതിന് ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ ചെയ്ത വർക്കാണ്. ഇത് കോറിഡോറിൽ സെൻട്രൽ ബോർഡർ വർക്കാണ് കണ്ടത്. ഫ്രണ്ടിൽ മാത്രമേ, ലോബിയിൽ മാത്രമായിരുന്നു ഈ ഡിസൈൻ വർക്ക്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ എടുത്തതേ ഉള്ളൂ, ജസ്റ്റ് കാണിക്കാനായിട്ട്. ഇത് ചെയ്തിട്ടിട്ട് ഒരു 2 വീക്സ് 3 വീക്സോളം ആയി. ഇത് കുറച്ച് വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വെൽഡ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കുറേ കട്ട് പീസൊക്കെ ഇട്ടിട്ട് മാക്സിമം യൂസ് ചെയ്തതാണ്. നമ്മളിപ്പോൾ അധികം വേസ്റ്റേജ് കുറച്ച് ചെയ്ത ഒരു ഡിസൈൻ വർക്കാണത്. അതാണ് അവിടെ ചെറിയ കട്ട് പീസൊക്കെ കണ്ടത്. എല്ലാവരും ചെയ്യാൻ പറ്റും. മാക്സിമം മെറ്റീരിയൽ വേസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തത്. ഈ ജോയിൻ്റൊക്കെ ഒന്ന് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണിപ്പോൾ അതാണിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അതിൻ്റേതായ കുറേ പോരായ്മകളുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ വെൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഇതാണ് അവർ വെൽഡ് ചെയ്ത് ഗ്രൂ ഇട്ടുകൊണ്ടിരിക്കുക. 2 ജോയിൻറ്റുകൾ തമ്മിലുള്ള ജോയിൻറ്റിന് ചെറിയൊരു ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് ഈ റാഡ് ഉപയോഗിച്ച്, റാഡ് എന്ന് പറഞ്ഞൊരു റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ്. ഈ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടോ, അതാണ് റാഡ്. ഈ സാധനം സെയിം ഷെയ്ഡ് തന്നെ ആയിരിക്കും. അപ്പോൾ അതതിനകത്ത് മെഷീൻ നല്ലവണ്ണം ചൂടായിരിക്കും. ആ ചൂടുള്ള മെഷീനകത്തോട്ട് ഇറക്കിക്കാൻ ഇതൊരു ലിക്വിഡ് മീൻസ് ഒരു കുറച്ചൊന്ന് സോഫ്റ്റായ ഒരു ലിക്വിഡ് പോലെ അത് അതിനകത്തോട്ട് ഉരുക്കി വീഴുന്നതായിരിക്കും. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് കളയും. അപ്പം തന്നെ അത് ഉണങ്ങും. അതിനെ കട്ട് ചെയ്ത് കളയുന്നത്. ആ പുള്ളി അത് ബാക്കിയുള്ള ജോയിൻ്റൊക്കെ ഗ്രൂ ഇട്ട് പോവുക. അപ്പം ഇങ്ങനെയാണ് വിനയൽ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഗ്രൂ ഇടുക, ഗ്യാപ്പ് ഉണ്ടാക്കുക, അതിനകത്തോട്ടാണ് ഇത് ഉരുക്കി വയ്ക്കുന്നത്. അങ്ങനെ തന്നെ പറയാം. സോൾഡറല്ല, ഉരുക്കി വയ്ക്കിയതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയും. വിനയിൽ വൈറ്റ് ആയതുകൊണ്ട് ഒരുപാട്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2-3 ആഴ്ചത്തോളം ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്നും ഇതുവരെ വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഡസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം ഷെയ്ഡ് കുറച്ചായിട്ടൊന്ന് ചേഞ്ച് ആയതല്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തതിനെ കളർ സെയിം വരും. ഒരു വൈറ്റിഷ് കളർ ആയതുകൊണ്ടാണ് അതിനകത്തൊരു അഴുക്ക് പിടിച്ചിരിക്കുന്നത്. ഇത് പുള്ളി ഒന്ന് വാക്യൂം ചെയ്തല്ല, അതിനകത്ത് ജസ്റ്റ് ഒരു ചൂട് പുകയാണ് വരുന്നത്. ചൂട് കാറ്റ് വരും. അപ്പോൾ അതൊന്ന് കച്ചറയൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞതാണ്. സെയിം ഈ വെൽഡിങ് റാഡിൻ്റെ കളർ തന്നെ ആ ഫ്ലോറിൻ്റെ വിനയലിൻ്റെ കളറ് സെയിം ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ അത് അഴുക്ക് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ വ്യത്യാസം കാണുന്നത്. അത് ശരിക്കും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നതായിരിക്കും. ഈ വിനയലിൻ്റെ പേര് പോളിഫ്ലോർ എന്നാണ്. ഈ പോളിഫ്ലോർ വിനയലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഇട്ടേക്കുന്നത്. പലാട്ടൻ എന്ന് പറഞ്ഞ ഒരു മോഡലിലാണ്. ഒരുപാട് മോഡൽ വരുന്നുണ്ട് കേട്ടോ. വുഡ് ഫിനിഷിലൊക്കെ വരുന്നുണ്ട്. ഇത് തിക്നെസ് വരുന്നത് 2 mm തിക്നെസ്സാണ്. 2 mm ആണ് ഈ വിനയലിൻ്റെ തിക്നെസ് വരുന്നത്. ഒരു 10 വർഷത്തോളം വാറണ്ടി നമ്മളിതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ 2 ജോയിൻറ്റ് വന്നു പോയത് മെറ്റീരിയൽ ഷോർട്ടേജ് കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അത് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ക്ലീനിങ് കാർഡ് ചെയ്യുമ്പോൾ അതറിയത്തില്ല. ഈ ടൂൾ ഉപയോഗിച്ചാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ നൈഫ് വരുന്നത്. ഈ നൈഫ് വെച്ചിട്ടാണ് അത് കട്ട് ചെയ്തത്. ഈ കളറ് വ്യത്യാസം ഇത് ക്ലീനിങ് പ്രോപ്പറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് സെയിം കളറായി സെയിം ഒരേ ലെവലിലിരിക്കും. നമുക്കത് ആ ജോയിൻ്റ് അങ്ങനെ ഒരു എടുത്ത് കാണിക്കത്തില്ല. ഒരു 20% നമുക്കത് മറഞ്ഞു പോകും. അത് കാണില്ല ആ ജോയിൻ്റ്.